സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും ക്രേസി ദിനാൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് ബെഡ്റോക്ക് എഡിഷനിൽ എങ്ങനെ നമുക്ക് ഐറ്റംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം എന്നതാണ്. അപ്പൊ നമുക്ക് ബെഡ്റോക്ക് എഡിഷനിൽ ഒരു ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. 2 പിസ്റ്റണ്, 2 ഹോപ്പർ, പിന്നെ കുറച്ച് റെഡ് സ്റ്റോണ്, പിന്നെ ഒരു ലെവർ, ഒരു ബണ്ടിലാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ നമുക്ക് ഒരു ക്ലോക്ക് ഉണ്ടാക്കണം. ക്ലോക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് റിപ്പീറ്റർ വെച്ചിട്ടുള്ള ക്ലോക്ക് ഉണ്ടാക്കാം, ഒബ്സർവർ വെച്ചിട്ടുള്ള ക്ലോക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് റിപ്പീറ്റർ വെച്ചിട്ടുള്ള ക്ലോക്കാണ്. അപ്പം ഇത് ഉണ്ടാക്കുന്നതിന്റെ മുന്നേ ഡ്യൂപ്ലിക്കേഷൻ എന്നത് പല സെർവറുകളിലും ബാനാണ്. കാരണം നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് പിടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ബാന് കിട്ടും. അത് ഞാൻ ആദ്യം തന്നെ പറയാം. അപ്പൊ നമുക്ക് നേരെ ഡ്യൂപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഇത് ഉണ്ടാക്കാൻ ഓവർ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, കാരണം ഇത് സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ. അപ്പൊ ആദ്യം തന്നെ ഒരു ടെമ്പററി ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഒരു ഹോപ്പർ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിലാക്കാം. ഒരു ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ച് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഹോപ്പർ ഇങ്ങനെ വെക്കാം. അപ്പൊ എന്താ, നമുക്ക് ഇവിടെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് പിസ്റ്റൺ എടുക്കുക. എന്നിട്ട് ഒരു പിസ്റ്റൺ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്കും, പിന്നെ അടുത്ത പിസ്റ്റണ് ഒരു ബ്ലോക്ക് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെയും പ്ലേസ് ചെയ്യാം. ഇനി നമുക്കൊരു ക്ലോക്ക് ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പം റിപ്പീറ്റർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്സർവർ വെച്ചിട്ടും ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ക്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഓഫാക്കിടാം. എന്നിട്ട് നമ്മളുടെ കയ്യിലുള്ള ബണ്ടിലെടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഐറ്റം ആണോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്, അപ്പൊ എൻ്റെ കയ്യിൽ ഒരു നെതറൈറ്റ് ഉണ്ട്, അതാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ആ ബണ്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്താ, നമ്മളെ ഓപ്പർ തുറക്കാം. എന്നിട്ട് അതിൽ വെക്കാം. ഓക്കെ, അതിപ്പോ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് മിക്സിയർ ഓൺ ആക്കാം. അപ്പൊ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഈ ഓപ്പർ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്ത് തന്നെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാണ് ഇപ്പൊ നമ്മളുടെ ബണ്ടിൽ 2 എണ്ണമായി. ഇങ്ങനെ കുറച്ച് നേരം ചെയ്തോണ്ട് അപ്പൊ 3 എണ്ണമായി. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളെ മെഷീൻ ഓഫ് ആക്കാം. നമ്മൾ ഈ ഓപ്പൺ ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കിയാല് നമ്മൾ ഇൻവെന്ററി നോക്കുകയാണ്. ഇപ്പൊ 1 2 3 4 5 6 7 ബണ്ടിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ തുറന്ന് നമ്മളുടെ നെതറൈറ്റ് ഇങ്കോട്ട് എടുത്ത് നോക്കാം. അപ്പൊ നമ്മളുടെ ഒരു നെതറൈറ്റ് ഇങ്കോട്ട് നമ്മൾ എണ്ണമാക്കി മാറ്റിയിരിക്കുന്നു. നമ്മളുടെ കയ്യിലുള്ള ഒരു നെതറൈറ്റ് ഇങ്കോട്ടിനെ നമ്മൾ എണ്ണമാക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് എഡിഷനിലെ ഡ്യൂപ്ലിക്കേഷൻ ഗ്ലിച്ച് എന്ന് പറയുന്നത്. ഇത് കുറച്ച് നാളായി ഇത് വന്നിട്ട് ഇതുവരെ മോജാങ്ക് റെഡി ആക്കിയിട്ടൊന്നുമില്ല. അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ സിംഗിൾ പ്ലെയർ വേൾഡിലൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് നിങ്ങൾ പരമാവധി വാനില തന്നെ യൂസ് ചെയ്ത് കളിക്കാൻ നോക്കുക. ഞാൻ ഡ്യൂപ്ലിക്കേഷൻ അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല, കാരണം നിങ്ങളുടെ ഗെയിം പ്ലേനെ മടുപ്പിക്കുന്ന സംഭവമാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരവും ഇഷ്ടപ്പെട്ടെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു മൈൻക്രാഫ്റ്റിന്റെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.